ഹായ് ഡിയേഴ്സ്, അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? മഴയ്ക്ക് ചെറിയൊരു ശമനം ഉണ്ടല്ലേ? അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളെല്ലാവരും വിശേഷം? എല്ലാവരും സേഫാണോ? അപ്പോൾ നിങ്ങൾ എവിടെ നിന്നാണ് വീഡിയോ കാണുന്നത്? നിങ്ങൾ സേഫാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണേ. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ഒരു സമാധാനമാണല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തമ്പനയിലും ടൈറ്റിലൊക്കെ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ അടുക്കള ജോലികൾ പെട്ടെന്ന് തീർക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമായിരിക്കും അല്ലേ? അല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ രാത്രി വരെ അടുക്കളയിൽ നിന്ന് ഇങ്ങനെ തിരിഞ്ഞളിച്ച് പണിയെടുക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ടൈം സേവ് ചെയ്ത് കിച്ചൺ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ? ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫീൽ ഗുഡ് മോം. കുക്കിങ്ങിന് നമ്മളൊരു റൊട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ ആദ്യം ചോറ് വെക്കുന്ന ആൾക്കാരായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികൾ ആദ്യം തീർക്കുന്ന ആൾക്കാരായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എങ്ങനെയാണോ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു റൊട്ടീൻ, ആ ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു സ്പീഡ് കൂടാൻ തുടങ്ങും. നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെയല്ലേ, അതിൽ നമുക്ക് സ്പീഡ് കൂടി തുടങ്ങും. ഓട്ടോമാറ്റിക്കലി ആ ഒരു സ്പീഡ് ഉണ്ടാവും അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ആദ്യം ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷമാണ് ഉച്ചക്കത്തേക്കുള്ള ചോറിൻ്റെ പരിപാടികളും ഈ ഒരു കൂട്ടത്തിൽ തന്നെ അങ്ങോട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യുന്ന പണിക്ക് ഒരു സ്പീഡും കിട്ടും. അതുപോലെ തന്നെ പിന്നെ ഇനിയിപ്പോൾ എന്തുണ്ടാക്കും എന്നുള്ള ആ ഒരു ആലോചന ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ആ ഒരു റൊട്ടീൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ ആദ്യം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ നോക്കി അത് കഴിഞ്ഞതിന് ശേഷം ചോറിൻ്റെ വെള്ളം അവിടെ വെച്ച് ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളും കൂടി ഈ ഒരു രാവിലത്തെ കുക്കിങ്ങിൻ്റെ ടൈമിൽ തന്നെയാണ് ചെയ്ത് തീർക്കുക. അപ്പോൾ ഉള്ള വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ ക്ലീനിങ്ങിൽ തന്നെ നമ്മളെ പരിപാടികൾ കഴിയും. ഇല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് അടുക്കളയൊക്കെ ക്ലീൻ ആക്കിയിട്ട് പിന്നെ കുറേ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഒരു 12 മണിക്ക് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 12 മണിക്ക് ആകുമ്പോൾ പിന്നെയും അടുക്കളയിൽ കയറി ചോറിൻ്റെ പണികളൊക്കെ നോക്കി, അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെയും അടുക്കള ക്ലീൻ ആക്കിയിട്ട്, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടൈം നമ്മൾ കിച്ചണിൽ നിൽക്കേണ്ടി വരും അല്ലേ? അപ്പോൾ അതിന് പകരമായിട്ട് ഒരൊറ്റ കുക്കിങ്ങിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളും കൂടി ഒന്ന് ഒതുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറുക എന്ന് പറയുന്നത്, പിന്നെ എൻ്റെ ആ ഒരു കിച്ചൻ്റെ ആ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത്, കുക്കിങ്ങിൻ്റെ ആ ഒരു റൊട്ടീൻ എന്ന് പറയുന്നത് ഒരു ഉച്ച സമയമാകുമ്പോൾ കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുന്ന ആ ഒരു സമയമാകുമ്പം എന്തെങ്കിലും ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി അടുക്കളയിൽ കയറുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ ഞാൻ ഡിന്നറിൻ്റെ കാര്യങ്ങളും കൂടി എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ചെറുപയർ പുഴുങ്ങാനോ കടല ഫ്രൈ ആക്കാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാത്രിത്തേക്ക് അതും കൂടി ഒന്ന് ചെയ്ത് വെക്കും. ആ സമയത്ത് തന്നെ നമുക്ക് അടുത്തൊരു ദിവസത്തേക്കുള്ള പ്രിപ്പും കാര്യങ്ങളും കൂടി ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ രാത്രിത്തെ ആ ഒരു അടുക്കള ക്ലീനിങ്ങും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുക്കളയിലുള്ള ആ ഒരു സമയം നമുക്ക് അങ്ങനെ ക്രമീകരിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്യണം എന്നല്ല പറയണത്. അപ്പോൾ ഓരോരുത്തരുടെ ടൈമും ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈൽ, ഇപ്പം ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ ഒരു ടൈമിങ്ങിനനുസരിച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് അടുക്കള പണികളൊക്കെ തീർത്ത് ഒരൊറ്റ ക്ലീനിങ്ങിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാകത്തിനാക്കിയിട്ട് ഒരു റൊട്ടീൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമയം കൂടുതൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അടുക്കളയിൽ കുറേ നേരം നിന്നിങ്ങനെ തിരിഞ്ഞ് കളിക്കാണ്ട് കൂടുതൽ സമയം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ടൈം സേവിങ്ങിനെ പറ്റിയിട്ട്, അടുക്കളയിലുള്ള ടൈം സേവിങ്ങിനെ പറ്റി പറയുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മീൽ പ്ലാനിങ്ങിൽ. അപ്പോൾ ഈ ഒരു മീൽ പ്ലാനിങ്ങിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ മുന്നേ ചെയ്തതാണ്. അപ്പോൾ മീൽ പ്ലാനിങ് ടൈം സേവിങ് മാത്രമല്ല, ഒരുപാട് ഗുണങ്ങളുണ്ട് മീൽ പ്ലാൻ ചെയ്യണതിനെ കൊണ്ടില്ലേ. അപ്പോൾ ഈ മീൽ പ്ലാനിങ് എഴുതേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ശനിയാഴ്ച ഞായറാഴ്ചയോ ഇരുന്നിട്ടാണ് ഞാൻ ചെയ്യൽ. അപ്പോൾ ഞായറാഴ്ച കുറച്ച് സമയം ഇരുന്നിട്ട് മീൽ പ്ലാനിങ് ഒക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ അടുക്കളയിൽ നീ തിരിഞ്ഞ് കളിക്കാണ്ട് പെട്ടെന്ന് പണികൾ തീർത്തിട്ട് നമുക്ക് ടൈം സേവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വെറുതെ കേട്ട് തള്ളാണ്ട് ഒരു 1, 2, 3 ആഴ്ച നിങ്ങൾ ചെയ്ത് നോക്കുക. ഇതുപോലെ മീൽ പ്ലാനിങ് ഒക്കെ വെച്ച് കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രിപ്പൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒന്ന് മീൽ പ്ലാൻ ചെയ്ത് ആ ഒരു സിസ്റ്റത്തിൽ ഒന്ന് അടുക്കളയിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഗതി തന്നെ ആയിരിക്കും ഈ ഒരു മീൽ പ്ലാനിങ് ഫോളോ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ എഴുതാനിരിക്കുന്ന സമയത്ത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇത് ഇത്ര വേഗം നമുക്ക് എഴുതി തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോന്ന് ഓർമ്മിക്കേണ്ട, എന്തായിരിക്കും നാളെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ എന്തായിരിക്കും അടുത്ത ദിവസം എന്തായിരിക്കും ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പോൾ അത് അങ്ങനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലൊരു ട്രിക്ക് ഉണ്ട്. മെനു പ്ലാൻ ഇങ്ങനെ എഴുതാനിരിക്കുന്ന സമയത്ത് എന്നെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഈ റഫറൽ മെനു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ലിസ്റ്റ്. ഇത് വേറെ ആരുമൊക്കെ കൊണ്ടുതന്നതല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നിങ്ങളും ഇതുപോലെ നിങ്ങൾക്ക് സമയം കിട്ടുന്ന സമയത്ത് ഈ മീൽ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരോടാണ് കേട്ടോ ഞാൻ പറയണത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അറിയുന്ന അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഇപ്പം യൂട്യൂബിലൊക്കെ കണ്ട് ട്രൈ ചെയ്തിട്ട് വിജയിച്ച സംഗതികളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാം. ഓരോ കോളായിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ സ്നാക്സ്, ലഞ്ച് എന്നൊക്കെ പറഞ്ഞ് ലഞ്ചിൻ്റെ കറികൾ എന്നൊക്കെ പറഞ്ഞാൽ ഓരോന്നങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ
ആ ലിസ്റ്റ് നോക്കി നമുക്ക് വേഗം പെട്ടെന്ന് കാര്യങ്ങൾ ഇപ്പോൾ 10 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കൊക്കെ വേഗം മെനു പ്ലാൻ റെഡിയാക്കി എടുക്കാൻ പറ്റും. അത് കാണുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ഓർമ്മ ഉണ്ടാവും, ഒന്നും നമ്മളോട് വിട്ടുപോകില്ല. കുറേ കാലം നമുക്ക് അറിയുന്നൊരു സംഗതി കുറേ കാലം നമ്മൾ ഉണ്ടാക്കാണ്ട് നിൽക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നമ്മളെ മൈൻഡിൽ നിന്ന് വിട്ടുപോയത്. അപ്പോൾ അങ്ങനെയൊന്നും വിട്ടുപോവാണ്ട് നമുക്ക് ഒരു റിപ്പീറ്റായിട്ട് നമ്മളിങ്ങനെ ഇല്ലാണ്ട് നമുക്ക് നല്ലൊരു മെനു പ്ലാൻ റെഡിയാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും കേട്ടോ. അങ്ങനെ ഒരു മെനു പ്ലാനൊക്കെ നമ്മളെ കയ്യിൽ റെഡിയാണ്, സെറ്റാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങിയാൽ മതി അല്ലേ. അല്ലാണ്ട് നമ്മളൊരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിലേക്ക് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും നമ്മളങ്ങനെ മാടി വിളിക്കൂലേ, ഇന്നെടുത്തോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് എന്താ ഉണ്ടാവുക, വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ ഉണ്ടാവും ആവശ്യമുള്ള ഒരു സാധനങ്ങളും ഉണ്ടാവില്ല, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ ആ ഒരു മെനു ലിസ്റ്റ് നോക്കിയിട്ട് നമുക്കറിയില്ല എന്തൊക്കെയാണ് നമ്മൾ എഴുതിയ സാധനങ്ങൾ, കുക്ക് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ലിസ്റ്റ് ചെയ്തിട്ട് ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ആ ഒരു ഷോപ്പിംഗ് ലിസ്റ്റ് പ്രകാരം സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവരാം. അതല്ലാണ്ട് ഞാനൊരു സാധനം വാങ്ങൂല എന്നുള്ളത് ഉറപ്പിച്ചിട്ട് ഷോപ്പിങ്ങിന് പോവാം. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പം ഇപ്പോൾ ഇതുപോലെ പച്ചക്കറിക്കാണെങ്കിൽ കുറേ വാങ്ങിക്കൊണ്ടുവന്നിട്ട് ആദ്യമൊക്കെ എൻ്റെ പരിപാടി അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏട്ടനെ വിളിച്ചൊരു പറയലാണ് പച്ചക്കറി തീർന്നിക്കണമെന്നുള്ളത്. മൂപ്പര കാര്യം പിന്നെ പറയണ്ട, പച്ചക്കറി പീടികയിലുള്ള എല്ലാ പച്ചക്കറിയും വീട്ടിലെത്തും ചെയ്യും, എല്ലാം കുറച്ച് വാങ്ങി വീട്ടിൽ കൊണ്ടുവരും ചെയ്യും. ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ച് കുറേ, ഇതിനിപ്പോൾ ഒരു കാലാവധി ഉണ്ടാവില്ലേ ഈ പച്ചക്കറിക്കൊക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ അതെടുത്തിട്ടാളെന്നല്ലാണ്ട് നിവർത്തില്ലാത്ത സംഗതിയല്ലേ. അപ്പം അങ്ങനെ വേസ്റ്റേജ് കുറയ്ക്കാൻ കൂടി വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ആ ഒരു മെനു ലിസ്റ്റ് നോക്കിയിട്ടുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പം അങ്ങനെ ഒരു നല്ലൊരു ചിട്ടയായിട്ടുള്ള ഒരു മെനു പ്ലാനും അതുപോലെ തന്നെ അതനുസരിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിക്കൊണ്ടുവന്ന് അതൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് അതൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് അപ്പം നമ്മൾ കുക്കിങ്ങിൻ്റെ ടൈമിലാണെങ്കിലും ഇതില്ല എന്നുള്ളൊരു പരാതി വരില്ലല്ലോ. ആ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പാണല്ലോ. അപ്പോൾ അത് പ്രകാരം അങ്ങനെ ഒരു നല്ലൊരു റൊട്ടീൻ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അടുക്കളയിലുള്ള ഒരുപാട് ടൈമും സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറയണ പോലെ നമ്മളെ പൈസയും നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളെ ലിസ്റ്റിലുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒരു ഭാഗത്ത് അങ്ങനെ അവിടെ കൊണ്ടുപോയിടാണ്ട് ആ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുക, കയ്യോടെ തന്നെ ആ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തു വെക്കുക എന്നുള്ള കാര്യം കൂടി നമ്മൾ ചെയ്യണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ കുക്കിങ്ങിൻ്റെ സമയത്ത് പെട്ടെന്ന് നമുക്ക് ആ ഒരു സാധനം എടുക്കാൻ പറ്റുക. അപ്പോൾ അതിനൊരു സ്ഥിരമായിട്ടൊരു സ്ഥലം വേണം. അപ്പോൾ ആ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് കിട്ടുന്നുള്ള കാര്യം ഉറപ്പാക്കിയിട്ട് അങ്ങനെ സ്ഥിരമായിട്ട് അതിനൊരു സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ കുക്കിങ്ങിൻ്റെ ടൈമിൽ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തിരഞ്ഞെടുത്ത് അതെവിടെയാണ് വെച്ചത് ഇതെവിടെയാണ് വെച്ചതെന്നുള്ളത് ഇങ്ങനെ തിരഞ്ഞെടുത്തിട്ട് കുറേ ടൈം നമ്മളത് പോകില്ലേ. അപ്പം നമ്മൾ അതും ഒരു ഈ പറഞ്ഞ പോലെ നല്ല ചിട്ടയായിട്ട് ഇപ്പം നമുക്ക് പച്ചക്കറികളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഫ്രിഡ്ജിൽ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാം, കേടായി പോവാണ്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പം ഞാനിത് കറിവേപ്പിലയും മല്ലിച്ചപ്പൊക്കെ ഇതുപോലെ ടിഷ്യൂ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെയാണ് സ്റ്റോർ ചെയ്യലിട്ട്. അപ്പോൾ കുറേ കാലം നിന്നോളും, ഒരു കേടൊന്നും ആവാണ്ട് ചീഞ്ഞൊന്നും പോകാണ്ട് കുറേ കാലം നിന്നോളും. അപ്പോൾ അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാരറ്റൊന്നും പെട്ടെന്ന് കേടായി പോകാണ്ട് കുറേ ദിവസം നമുക്ക് ഇങ്ങനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനത്തെ കുറച്ച് ടിപ്പും ട്രിക്സൊക്കെ നമ്മളെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളെ ഗ്രോസറിയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ചെറുപയർ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സ്ഥാനം ഉണ്ടാവും. ആ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ചെറുപയർ അവിടെ കാണും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ കൃത്യമായിട്ടൊരു സ്ഥാനം കൊടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് റീഫില്ലൊക്കെ ചെയ്ത് കൊണ്ടുവന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നമ്മൾ റെഡിയാക്കി വെക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ വേഗം അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കണം എന്നുള്ളതല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മാറ്റി വെക്കുന്ന ഒരു പരിപാടിയാണ് ഈ റീഫിൽ ചെയ്യണ സമയത്ത് പാത്രങ്ങളൊക്കെ അത് ഇട്ട് വെക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുക എന്നുള്ളത്. അത് എപ്പോഴും നമുക്കൊരു മടിപ്പണിയായിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് മടിയില്ലാണ്ട് ആ സമയത്ത് റീഫിൽ ചെയ്യണതിനേക്കാൾ മുമ്പേ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ഗ്രോസറി സാധനങ്ങളൊക്കെ വാങ്ങാൻ പോണതിനേക്കാൾ മുമ്പേ അതൊക്കെ ഒന്ന് കഴുകി അവിടെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് സാധനങ്ങളൊക്കെ നിറച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ ഇപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞത് റീഫിൽ ചെയ്യണതിന് മുമ്പേ സാധനങ്ങൾ ഇട്ട് വെക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകുക എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരുപാട് പണികൾ അടുക്കളയിൽ ഇതുപോലെ പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന പണികളുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമയം കിട്ടുന്നതിനനുസരിച്ച് കുറച്ച് എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് നമ്മൾ സാധനം ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ വാങ്ങിക്കൊണ്ടുപോകുന്ന സമയത്ത് മാത്രമല്ല ഇതുപോലെ റീഫിൽ ചെയ്ത് വെക്കേണ്ടത്. ഓരോ ദിവസവും രാത്രി
നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉണ്ടാവില്ലേ, ഇപ്പോൾ വെളിച്ചെണ്ണ, അതുപോലെ തന്നെ പഞ്ചസാര, ചായപ്പൊടി, പിന്നെ ഉപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ നമ്മളെ മസാലപ്പൊടികൾ, സാധനങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് റീഫിൽ ചെയ്യാനുള്ളതുണ്ടോ നോക്കിയിട്ട് അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കുക. അതൊക്കെ ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ പാത്രത്തിലാക്കിയിട്ടായിരിക്കും വെക്കുക അല്ലേ. അപ്പോൾ അത് ആ പാത്രത്തിലുള്ളത് തീർന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നാളത്തെ ഒരു ദിവസത്തേക്കുള്ളത് അതിലില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കുമ്പോൾ നമുക്ക് കുക്കിങ്ങിൻ്റെ ടൈം ഒരുപാട് സേവ് ചെയ്യാൻ പറ്റും. കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ അത് തീർന്നു പോയ സംഗതി റീഫിൽ ചെയ്യാൻ ഓടേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് തലേന്ന് തന്നെ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പേ, അടുക്കളയൊക്കെ ക്ലീൻ ആക്കുന്നതിന് മുമ്പേ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്യാനുള്ളതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് വെക്കാം. അതുപോലെ ഒരു പെന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റിക്കി നോട്ടോ ഒക്കെ വെച്ചിട്ട് നമ്മൾ തീർന്നു പോയ സാധനങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഗ്രോസറി ഷോപ്പിങ്ങിന് നമുക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളെ ഇല്ലാത്തത് എന്തൊക്കെ സാധനങ്ങളാണ് എന്നുള്ളത് നമുക്ക് ആ ഒരു ലിസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാൻ ഇപ്പം ഞാൻ എൻ്റെ അടുക്കളയിൽ വെച്ച ഒരു ബോർഡിൻ്റെ ഒരു സൈഡിലായിട്ടാണ് എഴുതി വെക്കുക. അപ്പോൾ ഈ ബോർഡ് തന്നെ വേണമെന്നൊന്നുമില്ല, ഒരു ചെറിയൊരു പേപ്പറും ഒരു പെന്നും നമുക്ക് കിട്ടുന്ന കൈ എത്തുന്ന സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് തീർന്ന സംഗതികളുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കയ്യിൽ കിട്ടുന്ന ആ ഒരു കൈ എത്തുന്ന ദൂരത്ത് തന്നെ ആയിരിക്കും നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മസാലപ്പൊടിയും കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ലാസ്റ്റ് ഒരു അടുക്കള ക്ലീൻ ആക്കുന്ന പരിപാടി ഉണ്ടാവില്ലേ, അപ്പോൾ അതൊരു യുദ്ധക്കളം പോലെ ആയിരിക്കും ചില സ്ഥലത്തൊക്കെ. അപ്പോൾ അങ്ങനെ ആവാണ്ടിരിക്കാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള പോംവഴി എന്ന് പറയുന്നത് നമുക്ക് എടുത്ത സാധനം പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്ഥലത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പെട്ടെന്ന് കുക്കിങ്ങിൻ്റെ ആ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയായിട്ട് തന്നെ സാധനങ്ങൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ആ സാധനം തിരിച്ചങ്ങോട്ട് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ പിന്നെ ആ ഒരു വൃത്തിയാക്കുന്ന സമയത്ത് കുറേ ടൈം നമ്മൾ എടുക്കില്ല. നമുക്ക് പെട്ടെന്ന് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വെച്ച് കൗണ്ടർ ടോപ്പ് ഒന്ന് തുടച്ചിടുന്ന പണിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമുക്ക് അടുക്കളയിൽ കുക്കിങ്ങിൻ്റെ ടൈമിൽ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറേ പരിപാടികൾ, നമുക്ക് കുക്കിങ്ങിന് വേണ്ട കുറേ കാര്യങ്ങൾ നമുക്ക് പ്രിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട് ഇപ്പോൾ ടി വി ഒക്കെ കാണുന്ന ഒരു ടൈമിലാണെങ്കിലോ അല്ലെങ്കിൽ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ ഇരുത്തുന്ന ഒരു ടൈമിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തൊക്കെ ഞാൻ ഇതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പ് ചെയ്ത് വെക്കലുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഉപകാരമായിട്ട് തോന്നിയിരിക്കുന്നു കേട്ടോ, നമ്മൾ ആ ഒരു ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി ഇതൊക്കെ ഒന്ന് നന്നാക്കി ചെറിയൊരു കണ്ടെയ്നറിലാക്കി വെക്കുക. കുറേ ഒന്ന് നന്നാക്കി വെക്കണ്ട, നമുക്കൊരു 2 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരു പിറ്റേന്നത്തേക്ക് 2 ദിവസത്തേക്ക് 3 ദിവസത്തേക്കുള്ളതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കാം. തേങ്ങാക്കൊത്തൊക്കെ കറിയിലിട്ട് കഴിഞ്ഞാൽ, വറവിൻ്റെ സമയത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്ന എപ്പോഴാണ്, നമുക്ക് പെട്ടെന്ന് ധൃതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടി വരുമ്പോഴാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കയ്യിൽ ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം അല്ലേ, ആ ഒരു സമയത്ത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഒരു കോംപ്രമൈസ്, ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു കോംപ്രമൈസ് വരുത്തേണ്ട ആവശ്യം വരില്ല, ടൈം ഇല്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇതുപോലുള്ള സമയത്തൊക്കെ ടി വി ഒക്കെ കാണുന്ന സമയത്തൊക്കെ ഇങ്ങനെ നന്നാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം കുക്കിങ്ങിൻ്റെ സമയത്ത് നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ ഞാൻ ചെയ്ത് വെക്കണ വേറെ കുറച്ച് കാര്യങ്ങളാണ് തേങ്ങ ചിരകി വെക്കുക, തേങ്ങ അരച്ച് വെക്കുക എന്നുള്ള പരിപാടികളൊക്കെ. അപ്പോൾ എനിക്ക് തേങ്ങ അരക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു മടിപ്പണിയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ആദ്യം ഇതൊക്കെ ചെയ്ത് വെക്കും. അപ്പം ഇപ്പോൾ രാവിലെ തന്നെ എണീറ്റ് തേങ്ങ എടുത്തുകൊണ്ടുവന്ന്, തേങ്ങ ഉരിച്ച് കൊണ്ടുവന്ന് അത് വെട്ടി, അത് ചിരക കഴുകി അങ്ങോട്ട് വെച്ച് തിരിച്ച് വെച്ച് ഇതൊക്കെ കളിക്കേണ്ടി വരില്ല. അപ്പോൾ ആ ഒരു രാവിലത്തെ ആ ഒരു ടൈം എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റും അതൊക്കെ ഞാൻ നോക്കലുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കുമ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ഇപ്പോൾ ഇതുപോലെ പ്രിപ്പിൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്യലുണ്ട് കേട്ടോ, ഇതൊക്കെ നല്ലതാണോ, നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുന്നതിനെ കൊണ്ട് വലിയൊരു ദോഷമൊന്നും നമുക്ക് സംഭവിക്കാനില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യത്തിലൊക്കെ നമ്മൾ കോംപ്രമൈസ് കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കിപ്പോൾ എല്ലാ കാര്യം പെർഫെക്റ്റായിട്ട് എല്ലാവരുടെ കാര്യങ്ങളും ഫാമിലീൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി പെർഫെക്റ്റായിട്ട് ജീവിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ നമ്മളോട് തന്നെ ഒരു പുച്ഛമൊക്കെ തോന്നി തുടങ്ങും. നമുക്ക് വേണ്ടി എന്താ ചെയ്തതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കണം എന്നുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു എഫേർട്ട് എടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ കയ്യിൽ ടൈം വേണം. അല്ലാണ്ട് നമ്മളെ ആയുഷ്കാലം മൊത്തം ഫാമിലിക്ക് വേണ്ടിയിട്ടും ഒക്കെ പെർഫെക്റ്റായിട്ട് അവർക്ക് കൊടുക്കണം എന്ന് വേണ്ടിയിട്ട് ചെയ്യാൻ കുത്തിരുന്ന് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം. ശരിയാണ്, നമ്മളെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കണം. പക്ഷേ ചെറിയ കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് കോംപ്രമൈസ് ചെയ്ത് നമ്മളെ ടൈമിന് നമ്മളൊന്ന് മാനേജ് ചെയ്താൽ മാത്രമേ നമുക്കൊരു സന്തോഷം, നമ്മളെ ലൈഫിൽ നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു വെക്കണത്. അടുത്ത നമ്മളെ കിച്ചണിൽ നമ്മളെ ടൈം സേവ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഇതുപോലെ കടല, ചെറുപയർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുതിർത്ത് കഴിഞ്ഞാൽ അത് വേവിക്കാൻ എളുപ്പമായിരിക്കും. ടൈം കുറേ സേവ് ചെയ്യാൻ പറ്റും, ഗ്യാസ് കുറേ സേവ് ചെയ്യാൻ പറ്റും. പക്ഷേ
ചിലപ്പോൾ നമുക്ക് അതൊരു എന്താ പറയുക ഒരു മടിപ്പണി പോലെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കൊരു ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഓർമ്മ ഉണ്ടാവാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തലേന്ന് തന്നെ അടുത്തൊരു ദിവസത്തേക്കുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടി മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ മനസ്സിലൊരു പ്ലാനിങ് ഉണ്ടാകുമ്പോൾ നമുക്ക് അറിയില്ല, ഇപ്പോൾ നാളത്തേക്ക് കടലക്കറിയാണ് രാവിലത്തേക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് രാത്രി ആ കടലൊക്കെ ഒന്ന് കുതിർത്ത് വെക്കാം. ഇനിയിപ്പോൾ രാത്രിത്തേക്ക് ഇപ്പോൾ നമുക്ക് മമ്പയറിൻ്റെ ഒരു പുഴുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ മമ്പയറും കാര്യങ്ങളൊക്കെ ഒന്ന് രാവിലത്തെ ആ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് വെള്ളത്തിൽ അവിടെ ഇട്ട് വെക്കുക. അപ്പം നമുക്ക് ആ ഒരു നാളത്തേക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു പ്ലാനിങ് നമ്മളെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു പോകാണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ടൈമും ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മളെ ഗ്യാസൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും, പൈസയും കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഇതുപോലെ ടൈം സേവ് ചെയ്തിട്ട് വേഗം അടുക്കളപ്പണിയൊക്കെ നമുക്ക് തീർക്കാൻ വേണ്ടി പറ്റും. അടുക്കളയിൽ നമ്മളെ ടൈം സേവ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലട്ടർ ഫ്രീ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പും നമ്മളെ കിച്ചൺ മെയിൻ്റെനൻസും തന്നെയാണ് അല്ലേ. അപ്പം നമ്മൾ നല്ല രീതിയിൽ കിച്ചൺ മെയിൻറ്റെയിൻ ചെയ്ത് നല്ല അടുക്കും ചിട്ടയോടും കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കിച്ചണിൽ നിന്ന് പണിയെടുക്കുക എന്ന് പറയുമ്പം നമുക്ക് വലിയൊരു സ്ട്രെസ് ഇല്ലാണ്ട് അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണി തീരുന്ന ആ ഒരു ഫീൽ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മളെ കൗണ്ടർ ടോപ്പിൽ കുറേ സാധനങ്ങൾ കുത്തി നിറച്ച് വെക്കാണ്ട് ഒരു ക്ലട്ടർ ഫ്രീ ആയിട്ടുള്ള കൗണ്ടർ ടോപ്പ്, ആ ഒരു വിസിബിൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ ക്ലട്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമ്മൾ അടുക്കളയ്ക്ക് ഒരു നീറ്റ്നെസ് വരും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. രാത്രി അടുക്കളയൊക്കെ നല്ല നീറ്റായിട്ട് നല്ല വൃത്തിയാക്കി സിങ്കിൽ കുറേ പാത്രങ്ങളൊന്നും നിറച്ചിടാണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് നല്ലോണം തുടച്ചിട്ട് അടുത്തൊരു ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു മീൽ പ്ലാനിങ് നമ്മളെ കയ്യിലുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അതനുസരിച്ചിട്ട് നമ്മൾ പ്രിപ്പൊക്കെ ചെയ്ത് വെച്ചതാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഉഷാറായിട്ട് എണീച്ച് എനർജറ്റിക് ആയിട്ട് നമ്മൾ അടുക്കളയിലുള്ള കാര്യങ്ങളും പണികളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പം ഈ വർക്കിംഗ് വുമൺസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ചുകൂടി ഐഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് വായിക്കുന്നവർക്കും അതൊരു ഉപകാരമായിരിക്കും. ഇപ്പോൾ വീഡിയോസൊക്കെ കാണുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ കമൻറ്റും ഇങ്ങനെ വായിച്ചുകൊണ്ട് വീഡിയോസ് കാണുന്ന ആൾക്കാരായിരിക്കില്ല. അപ്പോൾ എന്തായാലും അവർക്ക് ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതും കൂടിയൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ നമ്മളിപ്പം പുതിയ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കണം. അപ്പം ഇൻസ്റ്റഗ്രാം വഴി നമുക്ക് കണക്ട് ചെയ്യുക. അപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഇതാ ഇത്രയൊക്കെ വിശേഷങ്ങളാണ്. പുതിയ വീഡിയോയിൽ പുതിയ ഡേ ഇൻ മൈ ലൈഫ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.